ഹായ് ഫ്രണ്ട്സ്, സ്പൈഡർമാൻ സിനിമകളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ക്യാരക്ടറും സൂപ്പർ ഹീറോയും ഒക്കെയാണ് സ്പൈഡർമാൻ. ലോകമെമ്പാടും ഒരുപാട് ആരാധകരുള്ള ഒരു സൂപ്പർ ഹീറോയുമാണ് അദ്ദേഹം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്പൈഡർമാൻ ഇമേജുകൾ ഇവിടെ വൈറലാവുകയുണ്ടായി. ടോം ഹോളണ്ടിൻ്റെ പുതിയ സ്പൈഡർമാൻ ചിത്രം. ലൊക്കേഷൻ സ്റ്റില്ലുകൾ വൈറലായതിലൂടെ തന്നെ നമുക്ക് ഊഹിക്കാം സ്പൈഡർമാന് എത്രമാത്രം ഫാൻസ് ഉണ്ട് എന്നുള്ളത്. 2002 ഇറങ്ങിയ സ്പൈഡർമാൻ ചിത്രം ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ സിനിമ കണ്ടത്. ഒരു ഗംഭീര സിനിമയായിരുന്നു അന്ന്. ഒരുപാട് ഫാൻസ് അതിലൂടെ തന്നെ സ്പൈഡർമാന് കിട്ടുകയുണ്ടായി. കോമിക്സിലൂടെ മുമ്പേ ഉണ്ട്, അതല്ലാതെ ഒരു വലിയൊരു തരംഗമായിരുന്നു ആ സിനിമ. ഞാൻ റിലീസ് ദിവസങ്ങളിൽ തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു സിനിമയാണ് സ്പൈഡർമാൻ. അന്നേ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. പിന്നീട് പല പാർട്ടുകളുണ്ടായി, പല നടന്മാർ അത് മാറി വന്ന് ചെയ്തു, പുതിയ കഥകൾ വന്നു. അന്നത്തെ ആ ഒരു സ്പൈഡർമാൻ, ആദ്യത്തെ സ്പൈഡർമാൻ സിനിമ 2002 അതിന് ഒരു സ്പൂഫ് സിനിമ ഇറങ്ങുകയുണ്ടായി. 2008 മറ്റോ ആണെന്ന് തോന്നുന്നു വർഷം. ഇപ്പോൾ ആ ഒരു സ്പൈഡർമാൻ്റെ സ്റ്റിൽസൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഓർത്തത് ഈ ഒരു സ്പൂഫ് സിനിമയെ പറ്റിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. സൂപ്പർ ഹീറോ മൂവി എന്നാണ് ആ സിനിമയുടെ പേര്. കാണാത്തവർക്ക് ഞാൻ ആ സിനിമ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ആ സിനിമ അത് സൂപ്പർ ഹീറോ മൂവി എന്ന സ്പൈഡർമാൻ സിനിമയുടെ സ്പൂഫ്. സൂപ്പർ ഹീറോ മൂവി 2008 ഇറങ്ങിയ ഈ സിനിമ, ഇതിൻ്റെ പ്രധാന കഥ സ്പൈഡർമാൻ എന്ന സിനിമയുടെ സ്പൂഫ് ആണെങ്കിൽ പോലും ഈ സിനിമയിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ, അതായത് ഈ സിനിമ സ്പൂഫ് ചെയ്യുന്നത് വെറും സ്പൈഡർമാനെ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട സൂപ്പർ ഹീറോസിനെല്ലാം തന്നെ ഇതിൽ സ്പൂഫ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രധാനമായും എക്സ്മാൻ, ഫാന്റാസ്റ്റിക് ഫോർ, ബാറ്റ്മാൻ ബിഗിൻസ് എന്നീ സിനിമകളുടെ രംഗങ്ങളും ഇതിൽ സ്പൂഫ് ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയ സമയത്ത് നല്ല കട്ട നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ റിവ്യൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഈ സൂപ്പർ ഹീറോ മൂവി. ഞാൻ ഒരുപാട് സ്പൂഫ് സിനിമകൾ കാണുകയും ഞാൻ ആ സ്പൂഫ് സിനിമകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ സമയത്ത് നെഗറ്റീവ് ആയിരുന്നെങ്കിലും, അതുപോലെ ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് ഈ സിനിമയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാവുകയുണ്ടായി. മികച്ച സ്പൂഫ് സിനിമകളുടെ ഒരു ലിസ്റ്റിൽ തന്നെ പെടുത്താവുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സൂപ്പർ ഹീറോ മൂവി എന്നാണ് എൻ്റെ അഭിപ്രായം, ഞാൻ കണ്ടിട്ടുള്ള സ്പൂഫ് സിനിമകൾ വെച്ച്. ഒരുപാട് സ്പൂഫ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള സ്കാരി മൂവീസിൻ്റെ ഒക്കെ പ്രൊഡ്യൂസറായ ഡേവിഡ് സുക്കർ തന്നെയാണ് ഈ സിനിമയുടെയും പ്രൊഡ്യൂസർ. ഇതൊരു സ്പൂഫ് സിനിമയാണെങ്കിൽ പോലും ഇതിൽ പമേല ആൻഡേഴ്സൺ, ട്രേസി മോർഗൻ, ലെസ്ലി നീസൺ തുടങ്ങിയവരും ഗസ്റ്റ് റോളിൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇതിൽ സ്റ്റാൻലിയുടെ വോയിസ് ഓവറും വരുന്നുണ്ട് ഈ സിനിമയിൽ. സ്പൂഫ് സിനിമകൾ കാണുന്നവർ വളരെ കുറവായിരിക്കാം, എങ്കിൽ പോലും അത് ഇഷ്ടപ്പെടുന്ന, ആ ഒരു ജേണർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സിനിമ സജസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം സ്പൂഫ് സിനിമകൾ കാണുന്നവർ തീർച്ചയായും, അല്ലെങ്കിൽ മിക്കവാറും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും കാണാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ഹീറോ മൂവി. ഇപ്പോൾ ഒരു സ്പൂഫ് സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സ്പൂഫ് സിനിമകൾ. സ്പൂഫ് സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജേണറാണ് സ്പൂഫ് സിനിമ. മറ്റേത് ജേണറിനേക്കാളും ഞാൻ കാണാൻ താല്പര്യപ്പെടുന്നതും അത്തരം സിനിമകളാണ്. പക്ഷെ അത് വളരെ കുറച്ച് സിനിമകളെ, ലോക സിനിമയിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. പക്ഷെ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് മിക്കവാറും വളരെ മികച്ച സിനിമകൾ തന്നെയാണ്. നിങ്ങളിൽ സ്പൂഫ് സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചാനലിൽ നിങ്ങൾ സ്പൂഫ് സിനിമകൾ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന സിനിമകൾ എനിക്കും ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഞാൻ അത്തരം സിനിമകൾ കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.